ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സന്ദർശിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അവിടെ നിന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് കേവലം അതിർത്തി മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ജീവനാഡിയാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. 50 കിലോമീറ്റർ വരെയുള്ള എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കുക എന്നും അമിത്ഷാ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. BSF ജവാന്മാർക്ക് അമിത്ഷായുടെ വലിയ സന്ദേശമാണ് അവിടെ നിന്നും അമിത്ഷാ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന BSF സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഠിനമായ മരുഭൂമിയിലെ സൈനികരുടെ ധൈര്യത്തെയും ത്യാഗത്തെയും പ്രശംസിച്ചു. സാൻജു പോസ്റ്റിലെ ഹൈടെക് നിരീക്ഷണ സംവിധാനവും ഡ്രോൺ സാങ്കേതിക വിദ്യയും അദ്ദേഹം പരിശോധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ ചൊവ്വാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള BSF സാൻജു പോസ്റ്റ് സന്ദർശിച്ചത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും സന്നിഹിതനായിരുന്നു. അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി, അവരെ പ്രോത്സാഹിപ്പിച്ചു. രക്തസാക്ഷികളായ അതിർത്തി കാവൽക്കാർക്ക് അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് പ്രഹരി സമ്മേളനത്തിൽ സൈനികർക്ക് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശങ്ങൾ അമിത്ഷാ നൽകിയിട്ടുണ്ട്. സാൻജു പോസ്റ്റിലെത്തിയ അമിത്ഷാ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. അതിർത്തിയിൽ 50 കിലോമീറ്ററിനുള്ളിൽ എന്തെങ്കിലും അസാധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിർത്തി ഗ്രാമങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും നിയമവിരുദ്ധ നിർമ്മാണങ്ങളെക്കുറിച്ച് സിവിൽ ഭരണകൂടത്തെയും പോലീസിനെയും ഉടൻ അറിയിക്കാൻ അദ്ദേഹം BSF സൈനികർക്ക് നിർദ്ദേശം നൽകി. അതിർത്തിയുടെ സുരക്ഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല BSFന്റെ ഉത്തരവാദിത്തം. അതിർത്തി പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതും പ്രധാനമാണ് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി അമിത്ഷാ BSFനോട് പറഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലും BSFന്റെ പങ്ക് അമിത്ഷാ പ്രശംസിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.